എന്തായി അടിയായ ഇന്ന് ഭയങ്കര വിഷമങ്ങളാണ് അതിനകത്ത്. എല്ലാവരുടെയും ഫാമിലികള്, അച്ഛനും അമ്മയും ഭാര്യയും ഭർത്താവും മക്കളും എല്ലാരും വരുന്നത്. അത് സന്തോഷമുള്ള കാര്യമില്ലേ? സന്തോഷമുള്ള കാര്യം. ആതിരയുടെയും നൂറയുടെയും ആരും വരുന്നില്ലടാ. അവരച്ഛനും അമ്മയും വരുന്നില്ല. ഒരു വിഷമല്ല. പിള്ളേർ പുറത്ത് ജീവിക്കുന്ന കണക്കല്ലല്ലോ ഇതിനകത്താകുമ്പോഴേ. ഇതിനകത്ത് ബാക്കിയുള്ളവരെല്ലാം വീട്ടുകാരെല്ലാം വരെയൊക്കെ ചെയ്യുമ്പോ നോർമലി അവർക്ക് മനസ്സിന് വിഷമം. പക്ഷെ അവർക്ക് വരാനും പറ്റത്തില്ല. കാരണം ഈ മക്കൾ ഇങ്ങനെ കാണിച്ചത് കൊണ്ട് അവർക്ക് മനസ്സിന് വിഷമല്ലേ. അവർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റാത്തോണ്ടാണ് അവര് വരാത്തത്. അവരങ്ങനെ അതിന് വന്നല്ല അവരുടെ ആൾക്കാർ LGTV-കാരല്ലോടാ നിനക്ക് അറിഞ്ഞൂടെ? അവരറിയാം. അവരെനിക്കറിയാം. ജാസ്മിനെ നല്ലപോലെ അറിയാം. കഴിഞ്ഞ പ്രാവശ്യം റോബിന്റെ സീസണിൽ ചട്ടിയൊക്കെ എടുത്ത് എറിഞ്ഞ് പൊട്ടിച്ചിട്ട് സിഗരറ്റൊക്കെ വലിച്ചോണ്ട് അങ്ങനെ പോയോണ്ടല്ലേ നിങ്ങൾക്ക് അറിയാവുന്ന ഇറങ്ങിപ്പോയത് ഒരൊറ്റ കുതിപ്പ്. പിന്നെ അതുമല്ല ഇതിനകത്ത് നോക്കിക്കാണ് ഇറച്ചിക്ക് അടി കൂടക്കം ഡോക്ടർ ബിന്നിയുടെ കെട്ടിയം വന്നതിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? അയ്യോ, അത് വന്നതിന് ശേഷം അവളാണെങ്കിൽ ഭയങ്കര അങ്ങ് മെയിൻ ആവക്ക. അടുത്ത ആഴ്ച പോവാനുള്ള തയ്യാറെടുപ്പാ. പക്ഷെ പോവാനും ഒക്കത്തില്ല. നോമിനേഷൻ ഇല്ല. ഇതൊക്കെ പിന്നെ ആ നൂബിനാണെങ്കിൽ വന്നത് തന്നെ അബദ്ധം. അവൻ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ആകെ ചൊറയെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും ഇറങ്ങാതെ വെളിയിൽ കാണിക്കാതെ ഇരിക്കുക ചിരിച്ച്. അങ്ങനെ ഈ ആഴ്ച പോകുന്നത് ചിലപ്പോ സാബുവന ലക്ഷ്മി ആയിരിക്കും. ലക്ഷ്മി ആണെങ്കിൽ അല്ലല്ല കൊള്ളത്തില്ല. ആദ്യമൊക്കെ കൊള്ളായിരുന്ന ആ വന്നണക്കത്ത ഉള്ള ഒരു ഇതൊന്നും ഇല്ല. കൊമ്പും കുഴലും എല്ലാം തീർന്ന് ഇപ്പൊ എച്ച് കണക്ക് കുറച്ചിലും തിന്നുന്നതിന്റെ കണക്ക് കുറച്ചിലും സേവിക്കുന്നതിന്റെ കണക്ക് കുറച്ചിലും വേറും വാദം. സാബുവും പാവാ. പക്ഷെ കഴിഞ്ഞ ആഴ്ച പോയ ജിഷിനെ അഭിലാഷിനെ വെച്ച് നോക്കുമെങ്കിൽ അവരാ സൂപ്പർ. അവരായിരുന്നു. ജിഷിനും അഭിലാഷും ആയിരുന്നു നല്ലത്. ഇത് രണ്ടാം കൂടുതൽ കൊട്ടേഷൻ അടിക്കുന്ന അഭിലാഷിനെ നിങ്ങളല്ലേ പറഞ്ഞ ഔട്ടൊക്കെ. ഞാൻ പറഞ്ഞു വിട്ടതല്ല. ഞാൻ പറഞ്ഞെന്നും പറഞ്ഞു ബിഗ് ബോസ് അല്ലയോടാ തീരുമാനിക്കുന്നത്. നിങ്ങൾ അങ്ങനെ പറയാൻ പാടുണ്ടോ? ഇപ്പൊ നിങ്ങൾ ലക്ഷ്മിയുടെ കാര്യത്തിൽ പറഞ്ഞു. നാളെ നിങ്ങൾ പറയും ലക്ഷ്മി ഓക്കെയാന്ന് പറയും. അല്ല ഓക്കെ എന്നല്ല കാണുന്നല്ലേ ഞാൻ പറയുന്നത്. ലൈവായിട്ട് കണ്ടോണ്ടിരിക്കുന്ന കാര്യമല്ലേ ഞാൻ. അക്ബർ ഇപ്പൊ നന്നായിട്ട് കളിക്കുന്നു. അക്ബറിന്റെ ഉമ്മായും എല്ലാം വന്ന് അക്ബർ ശോകമൊക്കെ മാറി ഇപ്പൊ നല്ലതായിട്ട് കളിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പൊ അക്ബറിന്റെ ആരാധികയായി സമയമായപ്പോ. അല്ല, അനീഷിന്റെ ആരാധിക. അതിനകത്തുള്ള എല്ലാരെയും എനിക്ക് ഇഷ്ടമാ. അത് ശരി. കുറ്റങ്ങൾ കാണിക്കുന്ന ഏറ്റവും ഇഷ്ടമുള്ള ആള് ഊഞ്ഞാലാടുന്നു. അല്ല ഊഞ്ഞാലാടുന്നു. അതും ഇപ്പൊ കൊള്ളാതായി. ആ കഴിഞ്ഞ ആഴ്ച ഉള്ളായിരുന്നു കൊള്ളാവുന്ന. അയ്യോ അവൻ തൊട്ടില്ലാട്ടോ ഇത് ബിന്നി പിന്നെ വർത്താനം തന്നെ വർത്താനം. മിസേല് വലിയ കുഴപ്പങ്ങളില്ല. ആതിരയുടെ നോറയുടെ ഒരു ഉമ്മയായിട്ട് പോകാനൊരു ചാൻസ് തന്നാലും നമുക്ക് കൂടെ നമുക്ക് കുടുംബക്കാരായിട്ട് നമ്മളെങ്ങാനും പറഞ്ഞു വിട്ടാ പോരായിരുന്നു ഈ LGTV-കാരോട്. അതിന് ബിഗ് ബോസ് വിളിക്കണ്ടേ? വിളിച്ചാലല്ലേ അവരുടെ പാരന്റ്സ് ആയിട്ട് പോയാൽ ചിലർ വന്നിട്ട് നിങ്ങളെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. എന്നെ ആരും അറ്റാക്ക് ചെയ്യാനാ? ഒരു പേടിയില്ല. എന്തെങ്കിലും പേടിക്കുന്ന മതി ഇന്നത്തേക്കുള്ള